ഹലോ. ഇന്ന് അനേകരും ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കാനാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവരുടെ പള്ളിയിലെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു. അത് എല്ലാ വിഭാഗക്കാർക്കും ഏറിയും കുറഞ്ഞും ഈ കാര്യം ബാധകമാണ്. അവരുടെ പള്ളിയിൽ പറയുന്ന, അവരെ പഠിപ്പിച്ചിരിക്കുന്ന അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴുമെന്ന് ക്രിസ്തു പറഞ്ഞു. എന്നാൽ അവരെ നയിക്കുന്നവർ അന്ധരാണോ ഇല്ലയോ എന്ന് തിരിച്ചറിവില്ല ഈ അന്ധന്മാർക്ക്, അഥവാ ആത്മീയ വെളിച്ചം ലഭിക്കാത്തവർക്ക്. അപ്പോൾ അവരെ നയിക്കുന്നവരെ പറയുന്ന ആചാരങ്ങൾ അവർ ഇങ്ങനെ അനുകരിക്കുകയാണ്. അത് ദൈവം സന്തോഷിക്കുമെന്നാണ് അവർ കരുതുന്നത്. കാരണം ഇവരുടെ ആചാര്യന്മാർ, അഥവാ അവരുടെ ആത്മീയ പുരോഹിതന്മാർ, അവരെ ദൈവത്തോട് അടുപ്പിക്കുകയാണെന്നാണ് ഇവർ ധരിക്കുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഇടയ്ക്ക് നിൽക്കുന്നവരാണ് എന്നാണ് ഇവർ ധരിക്കുന്നത്. അങ്ങനെയാണ് അവരെ ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്ന ദൈവവും ഇവരുടെ ആചാര്യന്മാർക്ക്, അഥവാ ഇവരുടെ മതപുരോഹിതന്മാർക്ക്, അഥവാ ഇവരുടെ എൽഡേഴ്സിന് ദൈവവുമായിട്ട് ഒരു ബന്ധവും കാണുകയില്ല, കണ്ടെന്ന് വരികയില്ല. അപ്പോൾ അവർ പഠിപ്പിക്കുന്ന പല ആചാരങ്ങളും ദൈവം പറഞ്ഞിരിക്കുന്ന, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധവുമായിരിക്കും. ഉദാഹരണത്തിന് കത്തോലിക്ക സഭയിൽ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം കല്ലിൽ എഴുതി കൊടുത്ത കൽപ്പനകളാണ്. ആ കൽപ്പനകളിൽ പുറപ്പാട് പുസ്തകം, ബൈബിളിൽ പുറപ്പാട് 20-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ആ കൽപ്പനകളിൽ 2-ാമത്തെ കൽപ്പന, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയും അരുത്, അതിനെ ആരാധിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. അതിന് വിരോധമായി ചെയ്യുന്നവർ അത് ശിക്ഷയ്ക്ക് പാത്രമാകുന്ന ഒരു കാര്യമാണ്. ഈ 2-ാമത്തെ കൽപ്പന പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ട് 10-ാമത്തെ കൽപ്പന മുഴുവൻ, അതിനകത്തുനിന്ന് 2 കാര്യങ്ങൾ രണ്ടാക്കി എടുത്ത് 2 കൽപ്പനയാക്കി, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്നിങ്ങനെ 2 കൽപ്പനയാക്കി 10 എണ്ണം തികച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞ കൽപ്പനയാണ് ഇവർ പഠിക്കുന്നതെന്നാണ് ഇവർ ധരിക്കുന്നത്. പക്ഷെ അതല്ല. എന്നാൽ അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഈ സത്യമായ കൽപ്പന ഉണ്ട് താനും. ഇതാണ് അന്ധനെ നയിക്കുക എന്ന് പറഞ്ഞാൽ. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. പള്ളികളിൽ നിറച്ച് രൂപങ്ങളും പ്രതിമകളും വെച്ചിരിക്കുന്നു. ഒരു പ്രതിമയും സ്വർഗത്തിലുള്ളതോ ആകാശത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ഹെവൻ, സ്വർഗത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമ അരുത്, അതിനെ ആരാധിക്കുകയും നമസ്കരിക്കരുതെന്ന് ദൈവം കൽപ്പന കൊടുത്ത് എഴുതി കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. കല്ലിൽ എഴുതിയ കൽപ്പനയാണ്. ആ കൽപ്പന ലംഘിച്ചിട്ട് പള്ളിയിൽ തന്നെ പ്രതിമകൾ വെച്ച് ആരാധിച്ചിട്ട്, അപ്പോൾ അങ്ങനെ ആരാധിക്കുന്നവർക്ക് പിന്നെ ഈ കൽപ്പന എടുത്ത് കളയാതെ നിവർത്തിയില്ല. അപ്പോൾ അതാണ് മനസ്സിലാക്കണേ. ദൈവം തൻ്റെ കൈകൊണ്ട് എഴുതി കൊടുത്ത കൽപ്പന എടുത്തു മാറ്റാൻ പോലും ധൈര്യപ്പെടുന്ന, അത്രയ്ക്ക് ദൈവനിഷേധം കാണിക്കാൻ ധൈര്യപ്പെടുന്ന മനുഷ്യരെയാണ് പുരോഹിതനെന്ന് ജനം തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞത്. ഇതുപോലെ അനേക കാര്യങ്ങൾ ക്രിസ്തുവിനെ അറിയേണ്ടവർ, ക്രിസ്തുവിനെ വിശ്വസിക്കുക. ക്രിസ്തു ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടി, മതത്തിൻ്റെ ഒരാളല്ല. ക്രിസ്തു സകല മാനവജാതിയുടെയും രക്ഷകനായിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ചതാണ്. അപ്പോൾ ആ ക്രിസ്തുവിനെ ഏതൊരു മനുഷ്യനും വ്യക്തിപരമായ അവൻ്റെ സ്വന്തം ഇച്ഛയാലാണ് സ്വീകരിക്കേണ്ടത്. യേശു എൻ്റെ പാപത്തിന് പരിഹാരമായാണ് മരിച്ചതെന്നും വിശ്വസിക്കുന്ന ഏവനും ക്രിസ്തുവെ എൻ്റെ ഉള്ളിൽ വരണമേ, അങ്ങ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ കർത്താവായിരിക്കണമേ എന്ന് അപേക്ഷിക്കാം. അങ്ങനെ വ്യക്തിപരമായി ആ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നയാളാണ്, വിശ്വസിക്കുന്നവനാണ് സ്നാനം സ്വീകരിക്കുന്നത്. അതാണ് കർത്താവ് കാണിച്ചു തന്ന, അപ്പോസ്തലന്മാർ കാണിച്ചു തന്നത്. അതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആ കാര്യം
വിശ്വസിക്കുന്നവരെ വെള്ളത്തിൽ മുക്കിയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അതാണ് യോർദാൻ നദിയിൽ യേശു ചെയ്തത്, അപ്പോസ്തലന്മാർ ചെയ്തത്. അതിന് വിപരീതമായിട്ട് 8 പൊട്ടും തിരിയാത്ത 8 ദിവസം പ്രായമായ ഒരു ശിശുവിൻ്റെ മേൽ വെള്ളം ഇങ്ങനെ തളിച്ചിട്ട് അത് സ്നാനമാണെന്ന് പറയുന്നവരൊക്കെ ദൈവം, ആകാശവും ഭൂമിയും മാറിയാലും മാറിപ്പോകാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നേരെ വിപരീതമായി ചെയ്യുകയും ചെയ്യാൻ ജനത്തെ പഠിപ്പിക്കുകയും അങ്ങനെ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ദൈവത്തിന് വിരോധമായ പാപം ചെയ്യിക്കുകയുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആര് ചെയ്താലും ദൈവവചനം, വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താൻ കഴിയാത്ത ദൈവവചനത്തെ വിപരീതമായി പഠിപ്പിക്കുന്നവർ, ദൈവവചനത്തിൽ നിന്ന് എടുത്തു മാറ്റി പഠിപ്പിക്കുന്നവർ, അതിനോട് കൂട്ടിച്ചേർക്കുന്നവർ, അതിനോട് കുറയ്ക്കുന്നവർ എല്ലാം ശിക്ഷിക്കപ്പെടും. അപ്പോൾ ക്രിസ്തീയ മതം, നിങ്ങളുടെ പള്ളി ഏത് ഭാഗമാണെങ്കിലും, കത്തോലിക്കനാണെങ്കിലും യാക്കോബയാണെങ്കിലും പെന്തക്കോസ്താണെങ്കിലും ഏത് വിഭാഗമായിക്കോട്ടെ, നിങ്ങൾ ആ സത്യം അന്വേഷിക്കേണ്ടത്, സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വന്തമാക്കുക. ഈ സത്യം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിളിൽ ഇല്ലെങ്കിൽ ഒരു ബൈബിൾ വാങ്ങിയിട്ട് അതിൽ ദൈവം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ വായിച്ചറിയേണ്ടത് നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വിശ്വസിക്കാനും അനുസരിക്കാനും സാധിക്കുകയുള്ളൂ. ഇതറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനേകം നിങ്ങളുടെ ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. നിങ്ങൾക്ക് യേശുക്രിസ്തു ഇന്നും സൗഖ്യം തരും. ഒരു ഡോക്ടറെ ഉപേക്ഷിച്ചാലും യേശു അത്ഭുതകരമായി സൗഖ്യം തരുമെന്നുള്ള കാര്യം ഈ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വചനം വിശ്വസിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സൗഖ്യം വ്യാപരിക്കുന്നത്. നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാനായിട്ടുള്ള, പാപത്തിൽ നിന്ന് തിരിയാനും മനം തിരിയുവാനും ആത്മാവ് രക്ഷപ്പെടാനുള്ള വഴി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വചനം അനുസരിച്ച് നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, അപ്പോൾ ഒന്നാമത് നിങ്ങളിത് അറിയണം, രണ്ടാമത് നിങ്ങളത് അനുസരിക്കണം, അഥവാ നിങ്ങളത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ അനേക വാഗ്ദാനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. പിശാച് കൊണ്ടുവരുന്ന, നിങ്ങളുടെ മേൽ വരുന്ന എല്ലാ ബാധകളും നിങ്ങൾ അനുഭവിക്കേണ്ടതല്ല. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കാനാണ് യേശുക്രിസ്തു വന്നത്. അന്ധരായ പല മനുഷ്യരും പറയുന്നത്, ഇത് നിങ്ങളെല്ലാം പിശാച് കൊണ്ടുവരുന്നതെല്ലാം നിൻ്റെ സഹനത്തിനാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വഞ്ചിക്കും. അങ്ങനെയല്ല. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിച്ചു കളഞ്ഞ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നിങ്ങളുടെ അതേപടി തന്നെ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനാണ് യേശു വരുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരാളെപ്പോലും സൗഖ്യമാക്കാതെ വിട്ടിട്ടില്ല, ഒരാളെപ്പോലും. ആ യേശു ഇന്നലെ എന്ത് ചെയ്തു അത് തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. യേശുവിൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. യേശു ഇന്നും ജീവിക്കുന്നു. ഇന്നലത്തെ യേശുവാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് യേശു. യേശുവിൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. ഇന്നലെ ചെയ്തതിനെ ഇന്നും ചെയ്യും, ഇന്ന് ചെയ്യുന്നത് നാളെയും ചെയ്യും. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, റിയൽ ജീസസിനെ നിങ്ങൾ അറിയണം. സാങ്കല്പികമായ ഒരു പ്രതിമയിലല്ല, ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ആ ജീവിക്കുന്ന ദൈവത്തോട് എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പുത്രനായി തീരാൻ കഴിയും, പുത്രിയായി തീരുവാൻ കഴിയും. പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കും, ചോദിക്കാൻ സാധിക്കും, ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധിക്കും. അതിന് ഇടനിലക്കാർ വേണ്ട, ഒരു ഇടനിലക്കാരനും പാടില്ല. നിങ്ങൾ ഒന്നാമത് ദൈവപുത്രരായി തീരണം, എന്നിട്ട് പിതാവിനോട് ചോദിക്കാം. മക്കൾ ചോദിക്കുന്ന ഏതൊരു കാര്യവും, ഏതൊരു ആവശ്യവും, നല്ല ആവശ്യവും ദൈവം സാധിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ മക്കളായി തീരണം. അല്ലാതെ നിങ്ങൾ ദൈവം ആരാണെന്നോ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നോ, ദൈവം പറഞ്ഞിരിക്കുന്ന വചനം എന്താണെന്നോ അറിയാതെ
ആരാണ് അവിടെ കാണുന്നത് അവരോട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ വല്ലതും കിട്ടുമെന്നോ, ഇവിടെ ചെന്ന് കിട്ടുമെന്നോ, ഇന്ന മധ്യസ്ഥനോട് പ്രാർത്ഥിച്ചാൽ, ഇന്നയാളോട് ഇപ്പോൾ യൂദാസിലിയായോട് പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടുമെന്നോ, അല്ലെ ഇപ്പോൾ ഇന്നോടത്ത് പോയാൽ ഗുണം കിട്ടുമെന്നോ ഒക്കെയുള്ള ധാരണയിൽ, നിങ്ങളെ വഞ്ചിക്കുന്ന ധാരണയിൽ നിങ്ങൾ പോയാൽ നിങ്ങൾ അന്ധതയിൽ നടന്ന് അന്ധകാരത്തിൽ പതിക്കും. എന്നാൽ നിങ്ങൾ അങ്ങനെ പതിക്കാതിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം തൻ്റെ വചനം എഴുതി നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കണം. ഇനി ഈ പുസ്തകം തന്നെ വേണമെന്നില്ല, ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് ഏത് ബൈബിളും ലഭ്യമാണ്. ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് ബൈബിൾ ലഭ്യമാണ്, അതുപോലെ മലയാളത്തിൽ ലഭ്യമാണ്, ഇംഗ്ലീഷിൽ ലഭ്യമാണ്, ഏത് ട്രാൻസ്ലേഷൻ ലഭ്യമാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ അറിയണം. അറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ അടുത്ത് നിൽക്കാനൊക്കെയുള്ളൂ. അല്ല അച്ഛൻ ഇങ്ങനെ പറഞ്ഞോന്നോ, ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നതൊന്നും പറഞ്ഞത് ക്രിസ്തുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. എൻ്റെ വചനം നീ അനുസരിച്ചോ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ തൃണവൽക്കരിച്ചാൽ, നിങ്ങൾ യേശുവിൻ്റെ വചനം തൃണവൽക്കരിച്ച് അച്ഛൻ്റെ വചനമോ അല്ലെ മറ്റാരുടെയെങ്കിലും വചനമോ ആണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും, ശിക്ഷിതരാകേണ്ടി വരും. അതിടയാകാതിരിക്കാൻ ഇന്ന് നിങ്ങൾ സത്യം അന്വേഷിച്ചവൻ സത്യം കണ്ടെത്തും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിപ്പോയി ജീവിതമെങ്കിൽ ഇന്ന് നിങ്ങൾ ഈ സത്യം, നിങ്ങൾ ആര് തന്നെയാലും ഏത് വിഭാഗക്കാരനാണേലും ബൈബിളിലെ സത്യം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാനായിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വായിക്കുക. അപ്പോൾ സത്യം നിങ്ങൾ ഗ്രഹിക്കും, സത്യം നിങ്ങളെ സ്വന്തമാക്കും. ആ സത്യമാണ് യേശു പറഞ്ഞ ആ വചനങ്ങളാണ്, അപ്പോസ്തലന്മാർ എഴുതിയ ആ വചനങ്ങളാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. അങ്ങനെ സത്യക്രിസ്ത്യാനിയായി നിത്യജീവൻ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, സ്വർഗം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ആമേൻ.